നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ആശ്വാസം പകരുന്ന ഗീതങ്ങളിലൊന്നായ 23-ാം സങ്കീർത്തനത്തെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു പ്രാർത്ഥനയെന്നതിലുപരി തുടക്കവും ഒടുക്കവുമുള്ള ഒരു സമ്പൂർണ്ണ ജീവിതയാത്രയുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ യാത്രയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈയൊരു ചോദ്യം ചോദിക്കാം, അല്ലേ? എന്തുകൊണ്ടാണ് ഏകദേശം 3000 വർഷങ്ങൾക്കു മുമ്പെഴുതിയ ഈ വരികൾക്ക് ഇന്നും നമ്മുടെയൊക്കെ ഹൃദയത്തെ ഇത്ര ആഴത്തിൽ സ്പർശിക്കാൻ കഴിയുന്നത്? ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലൂടെയും പോകുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് നല്ല ശാന്തമായിട്ടാണ്, പച്ചപ്പുൽമേടുകളുടെ ഒരു സുരക്ഷിതത്വത്തിൽ. ഇടയന്റെ കരുതൽ എന്ന ഈ ആദ്യ ഭാഗം ഒരു ജീവിതം എത്രത്തോളം സമാധാനപരമായും സമൃദ്ധിയോടെയുമാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇതാണ് ശരിക്കും ഈ സങ്കീർത്തനത്തിന്റെ ആണിക്കല്ല്. യഹോവ എന്റെ ഇടയനാകുന്നു എന്നൊരു ഉറച്ച പ്രഖ്യാപനം. അതിനു പിന്നാലെ വരുന്ന വാഗ്ദാനം അതിലും ശക്തമാണ്: എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. പക്ഷേ എന്താണ് ഈ കുറവുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം? അപ്പോൾ നോക്കൂ, ഈ മുട്ടില്ലായ്മ എന്ന് പറയുന്നത് വെറുതെ നമുക്ക് ഒന്നും വേണ്ട എന്നൊരവസ്ഥയല്ല, മറിച്ച് ഇടയന്റെ കരുതൽ കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ അറിയുന്നതിനു മുൻപേ തന്നെ നിറവേറ്റപ്പെടുന്ന ഒരു പൂർണ്ണതയുടെ അവസ്ഥയാണത്. അതായത് നമുക്കെന്തെങ്കിലും വേണമെന്ന് തോന്നുന്നതിനു മുൻപേ തന്നെ അത് നൽകപ്പെട്ടിരിക്കുന്നു എന്നൊരു ഉറപ്പ്. ആ ഇടയന്റെ കരുതൽ എത്ര മനോഹരമായാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് നോക്കിക്കേ. നമുക്ക് വിശ്രമിക്കാൻ പച്ചയായ പുൽപ്പുറങ്ങൾ, ദാഹം മാറ്റാൻ ശാന്തമായ വെള്ളം, നമ്മൾ തളർന്നു പോകുമ്പോൾ ആത്മാവിനൊരു പുത്തനുണർവ്, പിന്നെ വഴിതെറ്റിപ്പോവാതിരിക്കാൻ ശരിയായ പാതയിലൂടെയുള്ള മാർഗനിർദ്ദേശം. ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്, അല്ലേ? ഇതുവരെ എല്ലാം ശാന്തമായിരുന്നു. പക്ഷേ ഇനി യാത്രയുടെ സ്വഭാവം പതിയെ മാറുകയാണ്. കാരണം ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഭയങ്ങളെയും എങ്ങനെയാണ് നേരിടുന്നത് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. അതെ, ആ ശാന്തമായ പുൽപ്പുറങ്ങളിൽ നിന്ന് യാത്രയുടെ ഗതി പെട്ടെന്ന് മാറുകയാണ്. ജീവിതത്തിലെ കഠിനമായ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സമയം. ആ യാത്ര നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇവിടേക്കാണ്. ഇതാണ് ആ യാത്രയിലെ ഏറ്റവും വലിയ വെല്ലുവിളി: കൂരിരുൾ താഴ്വര. ഇത് ചിലപ്പം മരണമാകാം, രോഗമാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ താങ്ങാനാവാത്ത ഏതൊരു പ്രതിസന്ധിയുമാകാം. എന്നാൽ അങ്ങനെയൊരു സാഹചര്യത്തിലും നമ്മൾ കേൾക്കുന്നതെന്താ? ഭയമില്ല എന്നൊരു ഉറച്ച ശബ്ദം. എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഭയമില്ലാതെ നിൽക്കാൻ കഴിയുന്നത്? എവിടെ നിന്നാണ് ആ ധൈര്യം വരുന്നത്? ഉത്തരം ദേ ഈ 2 ഉപകരണങ്ങളിലാണ്. ഇടയന്റെ കയ്യിലുള്ള വടി വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അതേസമയം കോലാകട്ടെ വഴിതെറ്റാതെ നമ്മളെ മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്നു. അതായത് സംരക്ഷണവുമുണ്ട്, ശരിയായ വഴികാട്ടലുമുണ്ട്. ഇത് രണ്ടും ഒന്നിക്കുമ്പോൾ പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു? ആ താഴ്വരയും കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അതൊരു വെറും അതിജീവനം മാത്രമല്ല, അതൊരു ഗംഭീര വിജയമാണ്. യാത്ര അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലേക്കെത്തുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ആ ഇരുണ്ട താഴ്വരയിൽ നിന്ന് കഷ്ടപ്പെട്ട് പുറത്തുവരുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? ഒരുപക്ഷേ ഒന്ന് ശ്വാസം വിടാൻ പറ്റിയാൽ മതി എന്നായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ കുറച്ച് എണ്ണ തലയിലൊഴിക്കുന്ന ഏർപ്പാടല്ല. പഴയ കാലത്ത് ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു അതിഥിയെ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ പ്രതിസന്ധിയിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരാളെ ഒരു വീരനെപ്പോലെ ആദരിച്ച് സ്വീകരിക്കുന്നൊരു നിമിഷമാണത്. അതോടൊപ്പം ഈ പാനപാത്രം നോക്കൂ, അത് വെറുതെ നിറഞ്ഞിരിക്കുകയല്ല, അത് നിറഞ്ഞു കവിയുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിനപ്പുറം കണക്കില്ലാത്ത അനുഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതാണിത്. അതും ആർക്കു മുന്നിൽ വെച്ചാണ് ഈ ആഘോഷം? ശത്രുക്കൾക്കു മുന്നിൽ. ആ വിജയത്തിന്റെ മാറ്റൊന്നു നോക്കിക്കേ. അപ്പോൾ ആ വലിയ വിജയത്തിന് ശേഷം യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി സംസാരിക്കുന്നത് ഒരു പ്രത്യേക പ്രതിസന്ധിയെപ്പറ്റിയല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകുന്ന ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ്. ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട്. നന്മയും കരുണയും ഇടയ്ക്കൊക്കെ കൂടെ വരും എന്നല്ല പറയുന്നത്. അല്ല, ആയുഷ്കാലം മുഴുവൻ നമ്മളൊരു നിഴൽ പോലെ പിന്തുടരും എന്നാണ്. ഇതൊരു സ്ഥിരമായ, ഒരിക്കലും മാറാത്ത ഉറപ്പാണ്. ഈ ടൈം ലൈൻ കാണിക്കുന്നത് പോലെ തന്നെ ആ നന്മയും കരുണയും ജീവിതത്തിന്റെ നല്ല സമയങ്ങളിൽ മാത്രമല്ല, യാത്രയുടെ തുടക്കത്തിലും ആ ഇരുണ്ട താഴ്വരയിലും വിജയത്തിന്റെ സമയത്തും ജീവിതത്തിന്റെ അവസാനം വരെയും അത് കൂടെ തന്നെയുണ്ട്. ഒരു നിമിഷം പോലും നമ്മളെ വിട്ടുപോകുന്നില്ല. അങ്ങനെ ഈ യാത്ര അതിന്റെ അവസാന ലക്ഷ്യത്തിലേക്കെത്തുന്നു. അതെന്താണ്? യഹോവയുടെ ആലയത്തിൽ കുറച്ചുകാലം താമസിക്കാമെന്നല്ല, എന്നേക്കുമായി അവിടെ വസിക്കുമെന്നാണ്.
പൂർണ്ണമായ സുരക്ഷിതത്വം, പൂർണ്ണമായ സമാധാനം. യാത്ര അതിന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. അപ്പോ ഈ വിശദീകരണം ഇവിടെ തീരുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതയാത്രയിൽ, നിങ്ങളുടെ പുൽപ്പുറങ്ങളിലും കൂരിരുൾ താഴ്വരകളിലും വിജയങ്ങളിലും ഈ 3000 വർഷം പഴക്കമുള്ള വാക്കുകൾക്ക് എന്തർത്ഥമാണ് നൽകാൻ കഴിയുക? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.